അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇവരിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് പകർച്ചവ്യാധികൾ ബാധിക്കാതിരിക്കാൻ, ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, സംരക്ഷണം ലഭിക്കാനൊക്കെ ഈ ഇസ്മ ഒരു 3 പ്രാവശ്യം വീതം എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷം അസ്മാൻ ഹുസ്നയിലെ ഇസ്മായ യാ മുഅ്മിൻ എന്നുള്ള ഈ ഇസ്മ ബിസ്മിയും ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, 3 പ്രാവശ്യം വീതം ആത്മാർത്ഥമായി നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് ചൊല്ലുക. ദിവസം 3 പ്രാവശ്യം. എന്നാൽ ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ നീങ്ങാനും ആപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ഈ ഇസ്മ ഉപകരിക്കപ്പെടും. ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. അതുപോലെ പകർച്ചവ്യാധികൾ ബാധിക്കാതിരിക്കാൻ ഈ ഇസ്മ 1132 പ്രാവശ്യം വീതം പതിവായി ചൊല്ലിയാൽ പ്ലേഗ്, കോളറ പോലെയുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മാറാവിധ രോഗങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വലിയ കാവൽ നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന, ശരീരത്തിൽ കത്തിവെക്കുന്ന ക്യാൻസർ, ട്യൂമർ അതുപോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു പരിപൂർണമായ ആജിലായ ശിഫ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.